പ്രിയങ്ക വദ്രയുടെ ഭർത്താവ് റോബർട്ട് വദ്രയും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക്. UPA സർക്കാരിലെ അദൃശ്യനായ അധികാര ശക്തിയായിരുന്നു റോബർട്ട് വദ്ര എന്ന വ്യവസായി എന്ന് പറയപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ വദ്ര അക്കാലത്ത് ദുരൂഹമായ പല ഇടപാടുകളുടെയും കേന്ദ്രമായിരുന്നു. കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരം നഷ്ടമായതിനു ശേഷം ED വദ്രയെ തേടിയെത്തി. അറസ്റ്റിലായി അഴിക്കുള്ളിൽ കിടക്കുന്ന സാഹചര്യം വരെയുണ്ടായി. കുറച്ചുകാലമായി ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തിവരികയായിരുന്നു വദ്ര. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപ്പര്യം അറിയിച്ച് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു. അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര രംഗത്ത് വന്നത് വലിയ വാർത്തയാണ്. അമേഠിയിലെ ജനങ്ങൾ താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സിറ്റിംഗ് MPയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുന്നുവെന്നും റോബർട്ട് വദ്ര പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ തങ്ങൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കണം എന്നാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ മത്സരിക്കാൻ അമേഠി തിരഞ്ഞെടുക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും വദ്ര പറയുന്നു. 99-ൽ പ്രിയങ്കയ്ക്കൊപ്പം എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അമേഠിയിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. പതിറ്റാണ്ടുകളായി ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ മണ്ഡലമായിരുന്നു അമേഠി. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ തുടർച്ചയായി അമേഠിയിൽ ജയിച്ചിരുന്നു. രാഹുൽ ഇക്കുറി വയനാട്ടിൽ നിന്ന് മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അമേഠിയിലും രാഹുൽ മത്സരിച്ചേക്കും എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലിയിലെ സിറ്റിംഗ് MPയായ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുകയും ചെയ്തു. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് റോബർട്ട് വദ്ര താൻ മത്സരരംഗത്തിറങ്ങാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം വദ്രയുടെ ആഗ്രഹത്തോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. സോണിയാഗാന്ധി അടക്കമുള്ളവർ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഉത്തർപ്രദേശിലും ഹരിയാനയിലും വദ്രയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ ദയനീയ തോൽവിക്ക് ഇടയാക്കിയതിലും വദ്രയുടെ ശിങ്കിടികൾ സ്ഥാനത്ത് എത്തിയതാണ് എന്ന ആരോപണവും മുൻപ് ഉയർന്നിരുന്നു. ഇതിനു മുൻപും റോബർട്ട് വദ്ര രാഷ്ട്രീയ പ്രവേശനത്തിന് താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. അന്ന് സഹോദരി ഭർത്താവിൻ്റെ മോഹം രാഹുൽ ഗാന്ധിക്ക് തീരെ പിടിച്ചിരുന്നില്ല. ഇത്തരം അഭിപ്രായങ്ങൾ വദ്ര നടത്തരുതെന്ന് കർശന നിർദ്ദേശവും അദ്ദേഹം നൽകിയിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ റോബർട്ട് വദ്ര നടത്തിയ പല വഴിവിട്ട നീക്കങ്ങളും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. ഭരണം നഷ്ടമാകാനും വദ്ര ഫാക്ടർ കാരണമായതായി തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് സഹോദരി ഭർത്താവിനെ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ ബോധപൂർവം അകറ്റിയത്. ബിക്കാനീർ ഭൂമി തട്ടിപ്പ് കേസിൽ റോബർട്ട് വദ്ര അടക്കം 4 പേരുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. വദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ലിമിറ്റഡിൻ്റെ 4.62 കോടിയുടെ ആസ്തിയാണ് കണ്ടുകെട്ടിയത്. ഡൽഹി സുഖ്ദേവ് വിഹാറിലെ ഭൂമി അടക്കമാണ് കണ്ടുകെട്ടിയത്. കേസിൽ റോബർട്ട് വദ്രയും അമ്മയെയും ജയ്പൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ബിക്കാനീറിൽ ഭൂമി വാങ്ങി മറിച്ചുവിറ്റതിലൂടെ റോബർട്ട് വദ്രയും കൂട്ടരും അമിത ലാഭമുണ്ടാക്കി എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനുള്ള നിയമപ്രകാരമാണ് വദ്രയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തത്. ഇതിന് സമാനമായി നിരവധി ആരോപണങ്ങളും കേസുകളും വദ്രയ്ക്കെതിരെ ഉണ്ട്. ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും വന്നിരുന്നു. NRI വ്യവസായി CC തമ്പിക്ക് പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വദ്രയും ഭൂമി വിറ്റെന്നും റോബർട്ട് വദ്രയും തമ്പിയും തമ്മിൽ ദീർഘനാളത്തെ ബിസിനസ് ബന്ധമുണ്ടെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ വദ്രയുടെ പേര് നേരത്തെയും ഉൾപ്പെട്ടിരുന്നു എങ്കിലും പ്രിയങ്കയുടെ പേര് അന്ന് ആദ്യമായിട്ടാണ് പരാമർശിക്കപ്പെട്ടത്. ഹരിയാനയിലെ ഫരീദാബാദിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റായ HL പഹോയിൽ നിന്ന് 2006-ൽ പ്രിയങ്ക 5 ഏക്കർ കൃഷിഭൂമി വാങ്ങുകയും 2010-ൽ പഹോയ്ക്ക് തന്നെ വിൽക്കുകയും ചെയ്തതായി കുറ്റപത്രത്തിൽ പറയുന്നു. 2005 മുതൽ 2008 വരെ 486 ഏക്കർ ഭൂമി വാങ്ങാൻ തമ്പി പഹ്വയുടെ സേവനം ഉപയോഗിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2005 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിൽ HL പഹ്വയിൽ നിന്ന് അമീപൂരിൽ 40.08 ഏക്കർ ഭൂമി റോബർട്ട് വദ്ര വാങ്ങുകയും അതേ ഭൂമി 2010 ഡിസംബറിൽ അയാൾക്ക് തന്നെ വിൽക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് അന്ന് പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ആരോപണമുയർന്നത്.